ഹായ് ഫ്രണ്ട്സ്, സാധാരണ സ്ത്രീകളിൽ കാണപ്പെടുന്ന വെള്ളപ്പോക്ക് അഥവാ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത്, പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഇതിനൊക്കെയുള്ള ഒരു ആൻസർ ഈ ഒരു വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ളപ്പോക്ക് ആർക്കൊക്കെയാണ് ഉണ്ടാവുക, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം കഴുകാതെ ഇരിക്കുക, അതുമാത്രമല്ല ശരീരം വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, ഇങ്ങനെയുള്ളവരിലൊക്കെ വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ശരീരം നല്ലതുപോലെ മെലിഞ്ഞവരെ കണ്ടിട്ടില്ലേ, അവർ ഫുഡ് കഴിക്കുന്നത് കൂടി ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ചതുപോലെ അത് ശരീരത്തെ പിടിക്കാതെയാണ് ഇരിക്കുക. ഇവരിലൊക്കെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡൊന്നും ഇവർക്ക് പറ്റില്ല. മാത്രമല്ല ശരീരത്ത് എപ്പോഴും ഒരു ചൂട് അനുഭവപ്പെടും. അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെണീറ്റ് പോയി കഴിയുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാൽ അവിടെ നല്ലൊരു ചൂടായിട്ട് അനുഭവപ്പെടും. കാരണം അവരുടെ ബോഡി കുറച്ച് ഹീറ്റായിട്ട് ഉണ്ടാവും. അത് ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരിലാണിത് കണ്ടുവരുന്നത്. സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവർ, പിന്നെ സ്ട്രെസ് ഉള്ളവർ, ടെൻഷൻ അനുഭവിക്കുന്നവർ, പ്രഗ്നൻസി വുമൺസ്, ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് ധാരാളം കഴിക്കുന്നവർ, പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർ, ബർത്ത് കൺട്രോൾ ടാബ്ലറ്റ് കഴിക്കുന്നവർ, ഇവരിലൊക്കെയാണ് വൈറ്റ് ഡിസ്ചാർജ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാതെ തന്നെ കൺട്രോൾ ചെയ്ത് ഇരിക്കുന്നവർക്ക് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ വരികയും അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓവറായിട്ട് വെള്ളം കുടിക്കുന്നവർക്ക് കൂടി ഈ വൈറ്റ് ഡിസ്ചാർജ് കാണപ്പെടുന്നു. അതായത് ഡെയിലി ഒരു പാൻറ്റീസ് ഉപയോഗിക്കുന്നവർക്ക്, അതുകൂടാതെ വെറ്റ് പാൻറ്റീസ് ഉപയോഗിക്കുന്നവർക്ക്, നനഞ്ഞ പാൻറ്റീസ് ഉപയോഗിക്കുന്നവർക്ക് പിന്നെ വൈറ്റ് ഡിസ്ചാർജ് വരാൻ സാധ്യത ഏറെയാണ്. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, വൈറ്റ് ഡിസ്ചാർജ് എങ്ങനെയാണ് മനസ്സിലാക്കുക, എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ശ്രദ്ധിക്കുക, പീരീഡിന് ശേഷവും മുമ്പും സാധാരണയായി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അത് കൂടിപ്പോയാൽ ഒരു 6 ദിവസം മാത്രമേ കാണുകയുള്ളൂ. ഇത് നോർമലാണ്. മാസത്തിൽ 10 അല്ലെങ്കിൽ 15 ദിവസം വരെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് വൈറ്റ് ഡിസ്ചാർജ് കാണുക എന്ന് നമുക്ക് നോക്കാം. തിക്കായിട്ടുള്ള തൈര് പോലെയാണ്, അത് കുറച്ച് ക്രീമി ടൈപ്പിലും ഉണ്ടാവും, പിന്നെ വെള്ളം പോലെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉണ്ടാവുക മിൽക്കി ടൈപ്പായിട്ടാണ്. സിവിയർ സ്റ്റേജിലെത്തിയാൽ യെല്ലോ കളറായിട്ടും കാണപ്പെടുന്നു. വൈറ്റ് ഡിസ്ചാർജ് ശ്രദ്ധിക്കാതിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സെർവിക്കൽ ക്യാൻസർ, ബാക്ടീരിയോ വജൈനോസിസ്, അതായത് ജനനേന്ദ്രിയത്തിന് വീക്കം വരിക, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഇവയൊക്കെയാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതുകൂടാതെ വജൈനൽ ക്യാൻസർ കൂടി ഉണ്ടാകും. ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ എപ്പോഴും ക്ഷീണിച്ചിരിക്കും, ശരീരം ശോഷിച്ച പോലെ കാണപ്പെടും, ഫുഡ് ശരീരത്തെ പിടിക്കാത്ത രീതിയിൽ കാണാം. അതായത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച പോലെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരം മെലിഞ്ഞ് വളരെ ചൂട് അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കും. വജൈനൽ ഇച്ചിങ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സിവിയർ ആയാൽ സ്മെൽ അനുഭവപ്പെടും. അതുകൂടാതെ കണ്ണിന് നല്ല ചൂട് കൂടി ഉണ്ടാവും. ശരീരത്തിൽ ഡ്രൈ ആയിട്ട് കാണപ്പെടും. അതായത് ഒരു ഡോക്ടേഴ്സ് ഇവരെ കാണുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കാരണം ഇവരുടെ ചുണ്ടൊക്കെ ഒരുമാതിരി ഉണ്ടാവും, ഡ്രൈ ആയിട്ട് കറുത്തിരിക്കും. അതൊക്കെ കാണുമ്പോൾ ഡോക്ടേഴ്സിന് തന്നെ മനസ്സിലാവും ഇവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്ന് നോക്കാം.
അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതായത് ആസ്മ, അതുപോലെ അലർജി പോലെയുള്ള അസുഖങ്ങളുള്ളവർ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം മെഡിസിൻ എടുക്കുക. ഇളനീര്, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണപ്പെടുന്ന നുങ്ക്, മോര്, പാല്, പിന്നെ വെള്ളരിക്ക, വാട്ടർമെലോൺ, കുക്കുംബർ, ഇതൊക്കെ ശരീരത്തിന് നല്ല തണുപ്പേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ടൈമിൽ ഉപയോഗിക്കുന്നത് ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ലസ്സി, അലവേര ജ്യൂസ്, ഉലുവ വെള്ളം, പിന്നെ കഞ്ഞി, രാത്രിയുള്ള കഞ്ഞി വെള്ളം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് രാവിലെ അത് കഴിക്കുന്നത് ശരീരത്തിന് നല്ല തണുപ്പേകാനുള്ള നല്ലൊരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നന്നാറി, തേങ്ങയുടെ പൊങ്ങില്ലേ, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന തേങ്ങ പൊങ്ങൊക്കെ കഴിക്കുന്നത് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഹോം റെമഡി എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മുത്തശ്ശിമാരോട് ചെന്ന് ചോദിച്ചാൽ അവർ ഒരുപാട് മരുന്നുകളൊക്കെ തരുമെങ്കിലും ഇതൊക്കെയാണ് നമുക്ക് ഈ കാലത്ത് നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള മരുന്നുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചാൽ തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന് നല്ലൊരു ശമനം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു.